അത് കട്ട് ചെയ്ത് ഇവർക്ക് കൊടുക്കാം. തേൻ അതാണ് തേനറ കെട്ടണയാ. ഇതിനകത്ത് സൂപ്പർ ഇട്ട് കൊടുക്കാൻ തേൻതട്ടയിലേക്ക് കെട്ടണയാ. സമയം കഴിഞ്ഞു പോയതുകൊണ്ട് അവർ കെട്ടണേ. ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ അപ്പൊ തന്നെ വേറെ മറ്റേ പെട്ടി വെച്ചിട്ട് അവയിലേക്ക് കെട്ടി കൊടുക്കണം. ഇതിപ്പോ പെട്ടി പിരിക്കണോണ്ട് നമ്മൾ കെട്ടണില്ല. ഇത് 3 അടയെടുത്ത് പുതിയ പെട്ടിയിലേക്ക് വെക്കുക. ഇത് നമ്മൾ കട്ട് ചെയ്ത് എടുത്താൽ തേൻ കഴിയില്ല. ഈ 3 പുതിയ പെട്ടിയിലേക്ക് മാറ്റിയിട്ട് കാരി ഇട്ട് കൊടുക്കും. റാണി മുട്ട വെച്ച് ഈ വണ്ണം കാണുന്നില്ല. റാണിയുടെ ആണ് ഈ വണ്ണം കൂടിയാടാ. മുട്ട നമ്മുടെ കോഴിക്കുഞ്ഞ് ഇറങ്ങി പോകുമ്പോൾ മുട്ടയുടെ ഇങ്ങനെ നീണ്ടു വരുന്നത്. അവരിപ്പോ ഞാൻ പറഞ്ഞില്ല 10 റാണി സെല്ലുണ്ട്. അവര് 10 കട്ട് ചെയ്ത് ഇതിന്റെ ഇടയിൽ ഇട്ട് കൊടുക്കും. റാണി മാറ്റിയിട്ട് ഇപ്പൊ വിരിഞ്ഞു പോയതാ. റാണി ഇറങ്ങി ഒരു മുട്ടയുള്ളതൊന്ന് കാണിച്ചു കൊടുത്തു. റാണീറ്റും പെണ്ണീറ്റും കണ്ടാൽ റാണീറ്റൊക്കെ കുറവാണ്. കൈകാര്യം ചെയ്യാൻ നേരത്തെ ഇങ്ങനെ പെട്ടെന്ന് കൈ കൊണ്ട് ചെല്ലരുത്. അപ്പോൾ ശത്രു വന്നേരി രാവിലെ നമുക്കിടെ പൊക്കും. അപ്പം നമ്മൾ സാവകാശം ചെന്നിട്ട് ഇങ്ങനെ പതുക്കെ ഇങ്ങനെ പൊക്കുക. ഇതിപ്പോൾ ഇങ്ങനെ പിടിപ്പിച്ചിരിക്കുക. ഇതൊക്കെ വിടിയിച്ചിട്ട് എപ്പോഴൊന്നും കാണുകയില്ല. ചിലപ്പോഴേ അതിനെ ആവശ്യമായിട്ടൊക്കെ കാണുന്നതാണ്. അത് ആൺമുട്ടയാണ്. കറുത്ത് അതിൻ്റെ തലക്കിലൊരു മുട്ട് പോലെ കാണും. ഒരു മരപ്പാകുമ്പോൾ നിറം മാറിയിട്ട് അത് വിരിഞ്ഞു പോയി. അതാണ് ചെത്തികൾ തന്നെ കൂടുതലുള്ളത്. ആൺമുട്ട കണ്ടോ? ഇത് ഈ കാണുന്ന ഇത് കണ്ടോ? ഇത് സീല് വിടാറായതാണ് ആൺമുട്ട. ഉടനെ അത് തുറന്നു വരും. ഇത് ആൺമുട്ടയെ പൊങ്ങി നിൽക്കുന്ന ലെവലിൽ നിൽക്കുന്ന മുഴുവൻ പെൺമുട്ടകളായിരിക്കും. അങ്ങനെ വരുന്ന ആൺമുട്ടകളെല്ലാം കട്ട് ചെയ്ത് കളയണം. അത് കൂടുതലുള്ളപ്പോൾ കൂടുതലുണ്ടെന്ന് നമ്മളെങ്ങനെ അറിയും? നോക്കുമ്പോൾ കാണാം. ഇതേ കൂടുതലുള്ളപ്പോൾ ഇതേ കൂടുതൽ. ഇത് നിറച്ചിങ്ങനെ ആൺമുട്ട തന്നെ കെട്ടി വെക്കും. സെറ്റ് വിരിയാൻ വേണ്ടിയിട്ടാണ്. ആ സമയം നമുക്ക് ആവശ്യത്തിൽ അധികമുള്ളത് കട്ട് ചെയ്ത് കളയേണ്ട ആവശ്യമില്ല. ഏകദേശം എന്തോരം ആൺമുട്ടയാവാം? ആൺമുട്ട ഇതിപ്പം റാണി പുതിയത് വിരിഞ്ഞിറങ്ങുമ്പോൾ അതിന് ഇണ ചേരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആൺമുട്ട. അത് ഒത്തിരി കൂടുതലായാലും നമുക്ക് നഷ്ടമല്ലേ? കൂടുതലായാലും നഷ്ടം. തേൻ കുടിച്ച് തീർച്ചയായും ഇതാണ് ഇതിൻ്റെ തേൻ കെട്ട. ഈച്ച ഉണ്ടാകത്തില്ല. ഈച്ച തൊടരുത്. ഈച്ച തൊടാതെ പിടിക്കുക. ഇതിൻ്റെ ഈ കാലി കിടക്കുന്ന ഈ പൊത്തില്ല, അതിൻ്റെ അകത്തൂടെയൊക്കെ കുഞ്ഞു മുട്ടയുണ്ട്. ഒന്നൊന്ന് വര പോണത് വെച്ചിട്ട് ഒരെണ്ണം കാണും. അത് സൂക്ഷ്മമായിട്ട് നോക്കിയാൽ കാണാം. കണ്ണിന് നല്ല കാഴ്ചയുള്ളവർക്ക് കാണാം. ഇല്ലാത്തൊരു കണ്ണാടി വെച്ചാൽ കാണാം. സ്ട്രോങ് ആയിക്കൂടെ? ചേട്ടാ, അത് മുട്ട ആയിക്കഴിഞ്ഞ് ഉടനെ തന്നെ അടച്ചു വയ്ക്കില്ലല്ലോ? ഇല്ലില്ല, വളർന്നതനുസരിച്ച് 4 ദിവസം കൊണ്ട് വിരിയും. അത് കഴിഞ്ഞിട്ട് പുഴുവിനെ അവർ തീറ്റ കൊടുത്താണ് സാധാരണ ഈച്ച ഉണ്ടാക്കുന്നത്. ആ പുഴുവിന് കൂടുതൽ റാണിപ്പാൽ എന്ന് പറയുന്നത്, അതായത് കൂടുതൽ തീറ്റ കൊടുത്താൽ റാണിപ്പാൽ കൂടുതലായിട്ട് കൊടുത്തു കഴിയുമ്പോൾ അത് ആ മുട്ട എടുത്തുകൊണ്ട് ഇവിടെ പിടിപ്പിക്കും. ഇവിടെ പിടിപ്പിച്ചിട്ടാണ് ഈ റാണിസെല്ല് കിട്ടുന്നത്.
റാണിപ്പാൽ എന്ന് പറയുന്ന ആഹാരം കൂടുതൽ കൊടുത്തു കഴിയുമ്പോഴത്തേക്കും അത് റാണിയായിട്ട് മാറും. അതൊരു അടിയന്തര ഘട്ടത്തിൽ മാത്രമേ അങ്ങനെ ഉണ്ടാക്കുകയുള്ളൂ. ഏറ്റവും അടിയിലായിരിക്കും റാണിയുടെ മുട്ട. ഉണ്ടാക്കി വെക്കുന്നത് ഈ ഇതുകൂട്ട് ഇപ്പോൾ റാണി പെട്ടെന്ന് ചത്തുപോയി എന്ന് കരുതിക്കോ, ഇതിൻ്റെ അകത്തുനിന്നൊരു കുഞ്ഞ് മുട്ട അവരെടുത്തുകൊണ്ടുപോയി ഒരു കൂട് കെട്ടി ഇവിടെ പിടിപ്പിക്കും, അതിൻ്റെ അകത്ത് വെക്കും. ഇവിടെ ആ കൂട് കെട്ടി കൊടുക്കും. വലിപ്പത്തിൽ കൂടുണ്ടാക്കും. ഈ കൂട് 3ആയിട്ട് വിഭജിക്കാൻ പറ്റുമോ? ഈ 2ആയിട്ട് വിഭജിക്കുന്നതല്ല, 3ആയിട്ടും വിഭജിക്കാം, വേണേൽ 4 ആക്കും. ഇങ്ങനെ 2 വെച്ച് വേണമെങ്കിലും ആക്കാം, 3 കൂടാക്കി മാറ്റാം. അന്നേരം ഒത്തിരി താമസം പിടിക്കരുത് കയറി വരാനേ. കാരണം ഒരെണ്ണത്തിൻ്റെ അകത്ത് റാണി കാണുള്ളൂ, ബാക്കി 2 റാണിയില്ലല്ലോ. അപ്പം മുട്ട വിരിഞ്ഞ് മുട്ടയെ അവർ കെട്ടി അത് വിരിഞ്ഞിറങ്ങി ഒക്കെ വരുമ്പോഴത്തേക്ക് ഒരുപാട് ദിവസം മതി. അങ്ങനെ ചെയ്യാം. റാണിയെ കാണാമെന്ന് നോക്കിയോ, അല്പം നീളം കൂടി ഒരു ചെമ്പ് കളറുള്ള രക്ഷയാണ് റാണി. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പാഞ്ഞു നടന്ന് നമ്മൾ കാണുകയില്ല. എല്ലാത്തിലും മുട്ടയുണ്ടോ? എല്ലാത്തിലും നല്ല മുട്ടയുണ്ട്. അവസാനത്തെ ഇത് കാണും. ഇതാ റാണി. ഇവിടെയുണ്ട് റാണി, കാണിച്ചു തരാം. എല്ലാവരെയും കാണിച്ചു തരാം കേട്ടോ. തെങ്ങിയ സൈഡിലേക്ക് നടന്നിങ്ങനെ പിരിപിരുന്ന് കിടക്കും. ഇതാ റാണി, ഇത് കണ്ടോ കണ്ടോ? ഉദരത്തിന് നീളക്കൂടുതലുണ്ട്, ചിറക് ചെറുതായിരിക്കും. ഇതാ റാണി. റാണിയെ കാണേണ്ടവരൊക്കെ ഇങ്ങനെ പോരെ. വലിയ വലിപ്പം വ്യത്യാസമില്ല അല്ലേ? വലിയ വ്യത്യാസമില്ല. ഇപ്പൊ വയറിന് വലിപ്പം കൂടിയ മുട്ടയുള്ളതുകൊണ്ടേ കാണിച്ചു തരാം. ഇതുണ്ടോ റാണി? ഇത് ഇച്ചിരി വ്യത്യാസമുണ്ട്. കാണേണ്ടവരൊക്കെ കണ്ടോ?